The power of confidence. Without confidence, you will not survive anywhere. But with confidence, you can survive anywhere. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷൻസിനെയും ഭയക്കാതെ നേരിടാനായിട്ട് പറ്റും. നമ്മുടെ ഫാമിലിക്കകത്തുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മൾ സൊസൈറ്റിയിൽ നിന്നിട്ട് അനുഭവിക്കുന്ന പ്രോബ്ലം ആയിക്കോട്ടെ, ഇനി നമ്മൾ പേഴ്സണലി എന്തെങ്കിലും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിനെയും നേരിടുമ്പോൾ ഫുൾ ഓഫ് കോൺഫിഡൻസിൽ നമ്മൾ നേരിടാനായിട്ട് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു ഏരിയയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഏരിയയിലും നമുക്ക് കോൺഫിഡൻസ് ആവശ്യമാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു പബ്ലിക്കിൽ നമ്മൾ പോയി ചെന്ന് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരിലും ഈ കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരിക്കും, ബട്ട് ഒരു ചെറിയൊരു നിഴൽ പോലെ. അതവർ ഒരിക്കലും അവരുടെ ഔട്ടർ ഏരിയയിലേക്ക് കൊണ്ടുവരാനായിട്ട് മെനക്കെടാറില്ല. അവരവരിലെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കേണ്ട ചുമതല അവരവർക്ക് തന്നെയാണ്. അത് അവരവർ മനസ്സ് വെക്കണം. ഏത് ഏരിയയിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ന് അവരവർ എടുക്കേണ്ട തീരുമാനമാണ്. പലപ്പോഴും ചില കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല വ്യക്തികളും പല കാര്യങ്ങളിൽ നിന്നിട്ടും പിന്നിലേക്ക് മാറി നിൽക്കുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും നോ എന്ന് പറയേണ്ട കാര്യങ്ങൾ മിണ്ടാതെ സൈലൻ്റായിട്ട് നിന്ന് കൊടുക്കേണ്ട ഗതികേട് വരുന്നത്. നിങ്ങളിൽ ഇനി എന്തിന് കോൺഫിഡൻസ് ബിൽഡ് ആവണം? അതും ഒരു ചോദ്യമാണ്. എന്തിനാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ്? നിങ്ങളെ നിങ്ങളായി തന്നെ ജീവിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരല്ല നിങ്ങളെ ഡിസൈൻ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങളെ ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ്. നിങ്ങളിലെ കോൺഫിഡൻസിൻ്റെ ലെവൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൽ കോൺഫിഡൻസിൻ്റെ ലെവൽ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ഐഡിയാസിന് വ്യത്യസ്തതയുണ്ടാകും. നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ള വ്യക്തികളുടെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു വേറിട്ട രീതിയിലായിരിക്കും. നമ്മളിൽ തന്നെ നല്ല നിറഞ്ഞ കോൺഫിഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ കോൺഫിഡൻസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നമുക്ക് ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എങ്ങനെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം? സിമ്പിൾ. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റ് ആയിരിക്കുക. കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുമായി ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളുമായിട്ട് കണക്ഷൻ വെക്കുക. നിങ്ങളുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളുമായിട്ട് ഓൾവേസ് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ട ചുമതല നമ്മളിൽ തന്നെ എന്നതുപോലെ തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സറൗണ്ടിങ്സ് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. വ്യക്തികളെ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കണ്ടീഷൻസിനെയും സിറ്റുവേഷൻസിനെയും നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചില കാര്യങ്ങൾ ഫ്രണ്ടിൽ അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ, അത് നേരിടാൻ പറ്റാത്ത രീതിയിൽ പിന്നോട്ട് തിരിഞ്ഞോടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എവിടെ പോയി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് വരാനായിട്ടുള്ള കാര്യമെന്ത്? നിങ്ങളുടെ ചുറ്റുപാടാണോ, അതോ നിങ്ങളുടെ കൂടെ നടക്കുന്ന വ്യക്തികളാണോ? അങ്ങനെ ഒന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? എന്തുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാണ്ട് ഞാൻ വീണ്ടും താഴേക്ക് പോകുന്നത്? എനിക്ക് എന്തുകൊണ്ട് കാര്യങ്ങളെ ഗൗരവമായിട്ട് കാണാൻ പറ്റുന്നില്ല? എനിക്കൊരു ആഗ്രഹമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു അംബീഷനുണ്ട്, എനിക്കൊരു ഡ്രീമുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ചില കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എനിക്ക് എന്തുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ എന്തോ എൻ്റെ കോൺഫിഡൻസ് ലെവലിനൊരു വ്യത്യാസമുണ്ട്, ഞാൻ വളരെ താഴോട്ടാണ്. സോ അതിന് കാരണം എന്താ എന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. ഏത് സമയത്തും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂട്ടിന് വേണ്ടിയിട്ടും നമ്മുടെ ചുറ്റും ആൾക്കാരുമായിട്ട് നിലനിൽക്കേണ്ട ഒരവസ്ഥയിലായിരിക്കത്തില്ല വരുന്നത്. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഒരു വ്യക്തി ഒരു ഐസൊലേഷൻ ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐസൊലേഷൻ പീരീഡിലേക്ക് കടക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അത് ഒരു മനുഷ്യൻ ജനിച്ച് അറിവ് വെച്ച് അദ്ദേഹത്തിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ അയാൾ ഫേസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ കോൺഫിഡൻസ് വളരെ മസ്റ്റാണ്.
ഹൃദയത്തിനകത്ത് ആദ്യം ഉറപ്പിക്കുക, യെസ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്. ഈ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിനെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.